വനിതാ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയയുടെ 20ാമത് ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 200ഓളം വനിതാ മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തനത്തിലെ വെല്ലുവിളികളും സാധ്യതകളും ചർച്ച ചെയ്യുന്നതായിരുന്നു വനിതാ മാധ്യമപ്രവർത്തകരുടെ ദേശീയ സമ്മേളനം. ലൈംഗിക അതിക്രമങ്ങളുടെ വിചാരണയും നീതിയും, കോർപ്പറേറ്റ് കാലത്തെ കാലാവസ്ഥാ റിപ്പോർട്ടിംഗ്, AI കാലത്ത് മാധ്യമപ്രവർത്തനം നേരിടുന്ന ധാർമ്മിക വെല്ലുവിളികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും സംഘടിപ്പിച്ചു. വനിതാ മാധ്യമപ്രവർത്തകർ വെല്ലുവിളി നേരിടുന്ന കാലമാണിതെന്ന് എഴുത്തുകാരി KR മീര പറഞ്ഞു. We can't close our eyes to the new roads being cleared even in this environment. For example, there is the Reporters Collective. They act as the powerhouse of deep dive journalism. They uncover collaborations, systemic corruption, governance and environmental clearances and electoral processes. Then there is Caravan, Scroll.in, The Wire. In recent years, many independent journalists have moved to YouTube and all to avoid institutional censorship. നടിയെ ആക്രമിച്ച കേസിൽ നടനും നടിയും തമ്മിലുള്ള ബന്ധമാണ് പല മാധ്യമങ്ങളും അന്വേഷിച്ചതെന്നും വനിതാ മാധ്യമപ്രവർത്തകർ അതിൽ മാറ്റം വരുത്തിയെന്നും റിമ കലിങ്കൽ അഭിപ്രായപ്പെട്ടു. Is more within the industry rather than from the society that we live in. I think the people have kind of accepted, Bhavna, the struggle, the fight. I think the issue is within the industry because they're scared of women who would speak up and question and change the status quo because they're very comfortable there. So I think it happens inside, it's not outside. കൂട്ടായ്മയുടെ സ്ഥാപക അംഗമായ അമ്മു ജോസഫിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും പ്രകാശനം ചെയ്തു. കേരള മീഡിയ അക്കാദമി നിർമ്മിച്ച ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് ഷൈനി ജേക്കബ് ബെഞ്ചമിനാണ്. കൂട്ടായ്മയുടെ സുവനീറിന്റെ പ്രകാശനം KR മീര നിർവഹിച്ചു. 3 ദിവസത്തെ സമ്മേളനം ഇന്ന് അവസാനിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.